ഹലോ കൂട്ടുകാരെ, ഇന്ന് കുറേ മീൻ കിട്ടി കേട്ടോ. മീനെന്ന് പറഞ്ഞാൽ കുറേ മീൻ കിട്ടി. ഇതാണ്ട് നെത്തോലി, പിന്നെ വലിയ കൊഞ്ച്, പിന്നെ കായലിലെ കുറേ ചെറിയ മീൻ. എന്നിട്ട് പള്ളത്തേക്ക് ഉണ്ട്. പള്ളത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ചോപ്പൻ, പിന്നെ ചാളയ്ക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. 6-7 ചാള 100 രൂപ. എന്തോ ഒരു ഡിമാൻഡ്. വാരിക്കോരി കൊടുക്കുന്ന സമയമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കറിയൊക്കെ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് മീൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ മീനെല്ലാം കൂടെ വെട്ടി ഫ്രിഡ്ജിലാക്കാനാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഇന്നത്തേക്കൊന്നും വയ്ക്കേണ്ട കാര്യമില്ല, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. എന്നാലും ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും മീൻ കണ്ടിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ മോൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കമൻറ്റ് അടിച്ചിട്ട് പോയി കേട്ടോ. അവനാണ് എൻ്റെ ക്യാമറാമാനും എൻ്റെ കൂടെ ഇരുന്ന് ഞാനിത് കട്ട് ചെയ്ത് തീർന്നത് വരെ സംസാരിക്കുന്നവനാണ് കേട്ടോ. വെറുതെ നമ്മളിരുന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്കും ഭ്രാന്ത് പിടിക്കും, ബോറടിക്കും ചെയ്യും. സമയം കുറേ വേണം ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഏതാണ്ട് 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഫിഷൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും കേട്ടോ. കുഞ്ചുണ്ടോ അതാണ്ട് ഇതിൻ്റെ തലയും വലിയൊക്കെ നോക്ക്. കാണുമ്പോൾ തന്നെ എനിക്ക് ഇളക്കി കളയാൻ തോന്നില്ല. ചിലർ ഈ തലയൊക്കെ എടുത്ത് കറി കേട്ടോ. ഞാനങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഓരോ പാത്രത്തിലാക്കി വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് ഫ്രീസറിലാക്കി. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് ചോപ്പനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ക്ഷീണം വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി. അങ്ങനെ ചോപ്പനെ എടുത്തങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചാൽ എന്തായാലും 1 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം കഴിക്കാനുള്ളവരൊക്കെ കഴിക്കാൻ ടൈമായി വരുന്നില്ലല്ലോ. അങ്ങനെ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂട്ടി താണ്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാനതങ്ങ് ഫ്രൈ ആക്കി.